റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ വരുന്നതിന്റെ ആ ഒരു ടൈമിൽ അതിന് മുന്നേ ആയിട്ടൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിപ്പോൾ ആള് പ്രസ് മീറ്റ് നടത്തി എന്തൊക്കെ അതിനെതിരെ പറഞ്ഞാലും തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആള് അതിനകത്ത് പറഞ്ഞത് സ്വന്തം ഇമേജ് പോവാതിരിക്കാൻ. അത് ഇതുപോലെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് പിടിച്ച് പറ്റാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതിൽ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അല്ലാതെ നമുക്ക് പേഴ്സണാലിറ്റി വേണമെങ്കിൽ ഫേക്ക് ചെയ്ത് നിൽക്കാം. ആ ഫേക്ക് പേഴ്സണാലിറ്റി കണ്ടിട്ട് നമ്മൾക്ക് ഫാൻസും അതുപോലെ ഒത്തിരി പേര് നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടും വന്നേക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് ആ ജനങ്ങളുടെ പിന്തുണയും വിശ്വാസ്യത എന്ന് പറയുന്ന ഫാക്ടറാണ്. അതിൽ കൂടെ നമുക്ക് ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടാം, അല്ലെങ്കിൽ വലിയ വലിയ തുകകളുടെ ബ്രാൻഡ് അംബാസിഡർഷിപ്പ് കിട്ടാം, രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി കിട്ടിയേക്കാം. ഇതൊക്കെ ഒരു കപട മുഖമുള്ള ഒരാളുടെ കയ്യിലാണെങ്കിൽ അത് പവർ ഇസ് ഇൻ ദ റോങ് ഹാൻഡ്സ് എന്നാണ് അതിന്റെ അർത്ഥം. സോ ആ സാമ്പത്തിക തട്ടിപ്പ് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതിന്റെ ഒരു എൻഡിങ് പോയിന്റ് ആണ് ഇപ്പൊ കാണുന്നത്. ഞങ്ങൾക്ക് പറ്റി, അതുപോലെ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇതിനെ കാണുന്നത്. ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതില് എന്റെ പേരിന്റെ കൂടെ അബിലിന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ പിക്ചറിലില്ല, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ട്ലി ഒരാളെയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഇടുക എന്നുള്ള രീതിയിലാണ് എന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ അബിലിന്റെ അടുത്തൂടെ പറയുകയാണ്.